പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, സ്റ്റെയറിൻ്റെ അടിയിൽ ബാത്റൂം വന്നാൽ ശരിയാവുമോ? നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് സ്റ്റെയർ കേസേ കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെയർ കേസ് കൊടുക്കുന്നത് വളരെ ദോഷകരമായിട്ടുള്ളൊരു സംഭവമാണ്. സൗത്ത് വെസ്റ്റ് ഭാഗമാണെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും, പക്ഷേ ബുക്കുകളൊന്നും പുറത്തെടുക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് വെസ്റ്റ് സെക്ടറിലൊക്കെ നമ്മൾ ബുക്ക് കൊണ്ട് അലമാരിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് പോകും. അതും സ്റ്റെയർ കേസിനെ കാണുന്നത് സ്റ്റെയർ കേസിലേക്ക് വേണ്ടി, ഒരു സ്റ്റെയർ കേസിന് വേണ്ടി മാത്രം 7-8 ലക്ഷം രൂപ ചിലവാക്കുന്ന ആൾക്കാർ എനിക്കറിയാം. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ സ്റ്റെയറിൻ്റെ അടിയിൽ എന്ത് കൊടുക്കാം? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, സ്റ്റെയറിൻ്റെ അടിയിൽ ബാത്റൂം വന്നാൽ ശരിയാവുമോ? സ്റ്റെയറിൻ്റെ അടിയിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ക്രിയേറ്റ് ചെയ്താൽ ശരിയാവുമോ? നമ്മൾ ഇതിനെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്റ്റെയറിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നതെല്ലാം. ശരിക്കും നമ്മൾ അങ്ങനെ ജനറലൈസ്ഡ് റൂൾ അല്ല പറയേണ്ടത്. സ്റ്റെയർ ഇപ്പം നമ്മൾ ഈസ്റ്റ് ഫേസിങ് ആയിട്ടുള്ള വീടാണെങ്കിൽ സ്റ്റെയർ സൗത്ത് ഈസ്റ്റിലാണ് നല്ലത്. അപ്പോൾ അതുപോലെ നമ്മൾ വെസ്റ്റ് ഫേസിങ് ആണെങ്കിൽ നമുക്ക് സൗത്ത് വെസ്റ്റിലാണ് സ്റ്റെയർ കേസ് നല്ലത്. അപ്പം അങ്ങനെ സ്റ്റെയർ കേസിന് നമുക്ക് പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ പഴയ വീഡിയോകളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾക്കറിയാം, സ്റ്റെയറിന് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും തെക്കോട്ടും പടിഞ്ഞാറോട്ടും പടികളുടെ എണ്ണം കൂടുതൽ വരുന്ന രീതിയിൽ സ്റ്റെയറിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതവിടെ തന്നെ, ആ റൂളിലൊന്നും നമ്മളിപ്പോൾ ഒരു തരത്തിലുള്ള ഡീവിയേഷൻസും ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ നമ്മൾ സ്റ്റെയർ കേസ് ഉണ്ടാക്കി കഴിയുമ്പോൾ, ഇപ്പോൾ സൗത്ത് വെസ്റ്റിലാണ് നിങ്ങൾ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചോളൂ, സൗത്ത് വെസ്റ്റ് സെക്ടറിലാണെങ്കിൽ അവിടെ ഇത്തിരി വെയിറ്റ് വരുന്നതുമൊക്കെ നല്ലത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും, വെയിറ്റ് അതിന് വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മൾട്ടിപർപ്പസ് റൂമോ അങ്ങനെ എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു കമ്പ്യൂട്ടർ വെച്ചിരിക്കുന്നതായിരിക്കും ചിലർ പ്ലാൻ ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഹെവിനെസ് വരുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങൾ ഇതേ കേസ് വരുമ്പോൾ അവിടെ ബാത്റൂം ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? സ്റ്റെയറിൻ്റെ സൗത്ത് വെസ്റ്റ് സെക്ടർ ആകുമ്പോഴത്തേക്ക് അവിടെ ബാത്റൂം കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ട് വരും. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കണം. സൗത്ത് ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. അവിടെയും സ്റ്റോറേജ് ഏരിയ കൊടുക്കാം, ഒരു ഹെഡ് റൂം പോലെ നമുക്കൊരു അണ്ടർ റൂം പോലെ ഒരു സംഭവം ചെയ്തെടുക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. ഒരുപാട് ഹെവിനെസ് വേണ്ടെങ്കിലും അത്യാവശ്യം ഹെവി ആയാലും പ്രശ്നമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സൗത്ത് ഈസ്റ്റ് ഭാഗത്താണെങ്കിൽ. ഇനിയിപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് സ്റ്റെയർ കേസേ കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെയർ കേസ് കൊടുക്കുന്നത് വളരെ ദോഷകരമായിട്ടുള്ളൊരു സംഭവമാണ്. നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടോയ്ലറ്റ് പോലുള്ള സംഭവങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പം ടോയ്ലറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റെയറിൻ്റെ അടിയിൽ അങ്ങ് ടോയ്ലറ്റ് എന്ന് ചിന്തിക്കാതെ, ഈ നിങ്ങളുടെ സ്റ്റെയർ എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സോണിൽ ബാത്റൂം പെർമിറ്റ് ആണോ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പെർമിറ്റ് ആണോ, വെയിറ്റ് പെർമിറ്റ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റെയറിൻ്റെ അടിയിലുള്ള ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ കൂടുതലും ബുക്ക് ഷെൽഫുകളൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹെവിനെസ് ഉള്ള സ്ഥലമാണെങ്കിൽ, ഇപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗമാണെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും, പക്ഷേ ബുക്കുകളൊന്നും പുറത്തെടുക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് വെസ്റ്റ് സെക്ടറിലൊക്കെ നമ്മൾ ബുക്ക് കൊണ്ട് അലമാരിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് പോകും. കാര്യം വെയിറ്റ് ഡിമാൻഡിങ് ഏരിയ. ഞാൻ ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ സന്ദർഭവശാൽ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. സൗത്ത് വെസ്റ്റിൽ നമ്മളിത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ചിലപ്പോൾ ബുക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അതൊരു പ്രശ്നമാണ്. ഉപയോഗിക്കുന്ന കാര്യത്തിൽ അത് വളരെ പരിമിതമായി മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റെയർ കേസ് എന്ന് പറയുന്നൊരു ബ്യൂട്ടി എലിമെൻ്റാണ്. ഇപ്പോൾ പലരും സ്റ്റെയർ കേസിനെ കാണുന്നത് സ്റ്റെയർ കേസിലേക്ക് വേണ്ടി, ഒരു സ്റ്റെയർ കേസിന് വേണ്ടി മാത്രം 7-8 ലക്ഷം രൂപ ചിലവാക്കുന്ന ആൾക്കാർ എനിക്കറിയാം. ഞാൻ തന്നെ ചെയ്ത സ്റ്റെയർ കേസുകളിൽ 7 ലക്ഷത്തിന് 6 ലക്ഷത്തിനൊക്കെ സ്റ്റെയർ കേസ് ചെയ്യേണ്ടി വന്ന ഘട്ടങ്ങളുണ്ട് എനിക്ക്. പിന്നെ അത് ഏറ്റവും വലിയ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി പീസാക്കിയിട്ട് മാറ്റാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സ്റ്റെയർ കേസുകൾ നമുക്ക് ഗുണകരമായിട്ടുള്ള അവസ്ഥകൾ ക്രിയേറ്റ് ചെയ്യുമോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനുള്ളത്. കാരണം അതിൻ്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ റൈസ് ശ്രദ്ധിച്ചാൽ മതി എപ്പോഴും. പിന്നെ പല ടൈപ്പ് സ്റ്റെയർ ഉണ്ട്, അറിയാലോ. ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ഉണ്ട്, അതുപോലെ തന്നെ സീ ഫ്ലൈറ്റ് സ്റ്റെയർ ഉണ്ട്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള സ്റ്റെയറുകളുണ്ട്. അപ്പോൾ ആ സ്റ്റെയറുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ആ പർട്ടിക്കുലർ സോണിലാണോ, എത്രമാത്രം എനർജി പ്രോമിനൻസ് അവിടെ കിട്ടുമെന്നതിനെ ബേസ് ചെയ്ത് സ്റ്റെയർ ചെയ്യുക. സ്റ്റെയർ എന്ന് പറയുന്നത് കൺവീനിയൻസ് കൂടെ നോക്കണം. വെറുതെ അങ്ങനെ ഇങ്ങനെ കയറി പോകാമെന്നല്ല. മുകളിൽ കൃത്യമായിട്ട് നമുക്ക് ഏത് ഏജിലും കയറി പോകാൻ പറ്റുന്ന രീതിയിലുള്ള പടിയുടെ റൈസും കാര്യങ്ങളും, അതിൻ്റെ ഇടയ്ക്കുള്ള മിഡ് സ്പേസ് ലാൻഡിങ്ങും,
ഇതൊക്കെ നാഷണൽ ബിൽഡിംഗ് കോഡ് ചില റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ടുണ്ട്. 12-11 പടി കഴിയുമ്പോൾ ഒരു ലാൻഡിങ് എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പടി ചെയ്യുക. പടിയായിട്ടുള്ള ഫെസിലിറ്റി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഈ കണ്ടീഷൻസ് മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.